ശബരിമലയിൽ നിന്ന് കാണാതായ ദ്വാരപാലക ശില്പത്തിന്റെ പീഠം കണ്ടെത്തി എന്നുള്ളതാണ്. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുവീട്ടിൽ നിന്നാണ് പീഠം കണ്ടെത്തിയത്. പീഠങ്ങൾ കാണാതായി എന്ന ആരോപണം ഉന്നയിച്ചതും ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയായിരുന്നു. സംഭവത്തിൽ ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകും. വി ജയശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, ഈ പീഠം കാണാനില്ല എന്ന് സ്പോൺസർ പറഞ്ഞതിന് പിന്നാലെ അത് വലിയ വിവാദമായതാണ്. ദേവസ്വം ബോർഡ് പ്രതിരോധത്തിലേക്ക് പോകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഈ കാണാനില്ല എന്ന് പറഞ്ഞ പീഠം അത് സ്പോൺസറുടെ ബന്ധുവീട്ടിൽ നിന്ന് തന്നെ കണ്ടെത്തുന്നു. അതെങ്ങനെ അവിടേക്ക് എത്തി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ? ദേവസ്വം ബോർഡൊക്കെ ഇതിനെ കാണുന്നത് എങ്ങനെയാണ്, ജയശങ്കർ? റിജിത്ത്, ഇക്കാര്യങ്ങളിൽ വിശദമായൊരു അന്വേഷണം തന്നെ വേണം. കാരണം ഈ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് താൻ ദേവസ്വം ബോർഡിന് അല്ലെങ്കിൽ ശബരിമല ഈ സാധനം തന്റെ ഒരാൾ വഴി, ചെന്നൈയിലുള്ള ആൾ വഴി സമർപ്പിച്ചു. പിന്നീട് ഈ സാധനം ദേവസ്വം ബോർഡുമായി ആശയവിനിമയം നടത്തിയ ഘട്ടത്തിൽ അവിടെ ലഭിച്ചിട്ടില്ല എന്നൊരു മറുപടിയാണ് ലഭിച്ചതെന്നൊക്കെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തായാലും പ്രതികരണമൊക്കെ നടത്തിയിട്ടുള്ളത്. പക്ഷേ ഇന്ന് ഏറ്റവും ഒടുവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തന്നെ ബന്ധുവീട്ടിൽ നിന്ന് നടത്തിയ പരിശോധനയിൽ ഈ സാധനം കിട്ടുമ്പോൾ അതിന്റെ പ്രതിഫലനം വളരെ വലുതാണ്. എന്തായാലും ഇക്കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണം തന്നെ വേണ്ടിവരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചൊക്കെ തന്നെ വലിയ തോതിലുള്ള ചീത്തപ്പേര് ദേവസ്വം ബോർഡ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ കഴിഞ്ഞ മണിക്കൂറുകളിൽ നേരിട്ടിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം വലിയ തോതിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും ഒപ്പം തന്നെ ബാക്കിയുള്ള ആളുകളെയൊക്കെ തന്നെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്നു റിജിത്ത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ എന്തായാലും ഇത്തരത്തിൽ ഈ സ്വർണ്ണപ്പാളിയുടെ 2 പീഠങ്ങൾ നിലവിൽ ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ദേവസ്വം വിജിലൻസ് ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരാതികളും മറ്റു വിശദാംശങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. ഹൈക്കോടതിയായിരിക്കും ഇക്കാര്യത്തിൽ മേൽ നടപടികൾ എന്ത് വേണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. പ്രധാനമായും ഈ സ്വർണ്ണപ്പീഠം കാണാതാകുന്നു എന്നൊരു ആക്ഷേപം അത് കോടതിക്ക് മുന്നിലെത്തുന്നു. അതിൽ കോടതി നിർദ്ദേശം നൽകുന്നു. ദേവസ്വം വിജിലൻസ് അന്വേഷിക്കുന്നു. അന്വേഷണത്തിൽ ഈ പീഠം സമർപ്പിച്ചു എന്ന് പറയുന്ന സ്പോൺസറുടെ തന്നെ ബന്ധുവീട്ടിൽ നിന്ന് ഇത് ലഭിക്കുന്നു. ഇത്രയും കാലം 2021 മുതൽ ഈ 25 കാലഘട്ടം വരെ ഈ 13-ാം തീയതിക്ക് മുമ്പ് വരെ ഇദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ജീവനക്കാരൻ്റെ വീട്ടിലായിരുന്നു ഇതുണ്ടായിരുന്ന ഒരു നിർണായകമായ കണ്ടെത്തൽ കൂടി ദേവസ്വം വിജിലൻസ് നിലവിൽ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവകരമായ കാര്യമാണ്. ദ്വാരപാലക ശില്പത്തിന്റെ പീഠം കാണാനില്ല എന്ന് സ്പോൺസർ തന്നെ തുറന്നു പറയുന്ന സാഹചര്യത്തിൽ വിശ്വാസികളടക്കം അതുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്ക വെച്ച് പുലർത്തിയിരുന്നതാണ്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ആക്ഷേപങ്ങൾക്കും അതിൻ്റെതായ ഗൗരവമുണ്ടാകും. ദേവസ്വം ബോർഡിനൊക്കെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടുള്ള പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇതിപ്പോൾ ഈ സ്പോൺസറുടെ ബന്ധുവീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്ന സാഹചര്യം വളരെ പ്രധാനപ്പെട്ട ഒന്ന്. ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളതാണ്. നേരത്തെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുള്ളതാണ്. സ്പോൺസറുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പങ്ക് സംശയകരമാണ് എന്നതടക്കം ചൂണ്ടിക്കാട്ടുന്ന നിലയിലേക്ക് കോടതി പോയതാണ്. അതിനിടയിൽ ഇയാളുടെ ബന്ധുവീട്ടിൽ നിന്ന് തന്നെ ഇത് കണ്ടെത്തുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ കോടതിയുടെ തുടർന്നുള്ള നീക്കങ്ങളും കോടതി വ്യക്തമാക്കാൻ പോകുന്ന കാര്യങ്ങളും പ്രധാനമായിരിക്കുമല്ലോ, ജയശങ്കർ. തീർച്ചയായും വിജിത്ത്, നാളെ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് ഈ കേസ് പരിഗണിക്കുന്നുണ്ട്. ആ ഘട്ടത്തിൽ ദേവസ്വം വിജിലൻസ് എന്തായാലും ഈ സ്വർണ്ണപീഠം കണ്ടെത്തിയെന്ന കാര്യം കോടതിയെ അറിയിക്കും. ആ ഘട്ടത്തിൽ കോടതി ഈ വിഷയത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും. റിജിത്ത് സൂചിപ്പിച്ചതുപോലെ ഈ സ്പോൺസറുടെ പശ്ചാത്തലം ഉൾപ്പെടെ പരിശോധിക്കണം എന്നൊരു നിർദ്ദേശം നേരത്തെ തന്നെ കോടതി ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ നടപടികളിലൊക്കെ തന്നെ കോടതി കിടക്കും. ഒരു പക്ഷേ നമുക്ക് കരുതാം, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് ക്രിമിനൽ കേസ് എടുത്തുകൊണ്ട് തന്നെ ഒരു അന്വേഷണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കോടതി അത്തരം നിർദ്ദേശങ്ങൾ നൽകിയാലും സംശയിക്കാനില്ല. കാരണം അത്രയും ഗുരുതരമായ കാര്യങ്ങളാണ് ശബരിമല ക്ഷേത്രത്തെക്കുറിച്ച് നടന്നത്. കാരണം കോവിഡ് കാലത്ത് സ്വർണ്ണപ്പാളി സമർപ്പിച്ചു എന്ന തരത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ പറയുന്നു. പിന്നീട് അത് അവിടെ കാണാനില്ലെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചെന്ന് ഇദ്ദേഹം തന്നെ മാധ്യമങ്ങളിലൂടെ പറയുന്നു. അങ്ങനെ ഹൈക്കോടതി കയറി ഇറങ്ങിയ ഒരു വിഷയമാണ്. ദേവസ്വം ബോർഡ് പ്രതിക്കൂട്ടിൽ നിന്ന ദേവസ്വം ബോർഡ് കള്ളന്മാരാണ്, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ഇത് മുക്കിയ തരത്തിലുള്ള പ്രതികരണങ്ങൾ ജയശങ്കർ വിശദാംശങ്ങൾ പങ്കുവെക്കുകയാണ്. സംശയങ്ങൾ ഒരുപാട് ബാക്കിയാണ്. ഇതെങ്ങനെ സ്പോൺസറുടെ ബന്ധുവിന്റെ വീട്ടിലെത്തി എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരണം. അതിന്റെ ഭാഗമായി അന്വേഷണം നടക്കട്ടെ. കോടതിക്ക് മുമ്പിലേക്ക് നാളെ ഈ വിഷയം എത്തുന്നുണ്ട്. കോടതി എന്ത് തുടർ നടപടി സ്വീകരിക്കും എന്നതും പ്രധാനമാണ്. വി ജയശങ്കർ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.